പോയ വർഷം ജീവിതത്തിൽ നേരിട്ട വെല്ലുവിളികൾ തുറന്നു പറഞ്ഞ് നടിയും അവതാരകയും ഇൻഫ്ലുവൻസറുമായ വർഷ കരിയറിൽ ഉയർച്ചകൾ സംഭവിച്ചെങ്കിലും വ്യക്തിജീവിതത്തിൽ തകർച്ചകളും ഒറ്റപ്പെടലും നേരിട്ട വർഷമായിരുന്നു കഴിഞ്ഞതെന്ന് വർഷ പറയുന്നു. ജീവിത പങ്കാളിയുമായി അകലേണ്ടി വന്നെന്നും മാനസിക സമ്മർദ്ദത്തെ തുടർന്ന് മരുന്ന് കഴിക്കേണ്ടി വന്നെന്നും വർഷ വെളിപ്പെടുത്തി. കാനഡയിൽ ജോലി ചെയ്യുന്ന അക്ഷയാണ് വർഷയുടെ പങ്കാളി. 2 വർഷം മുൻപായിരുന്നു ഇവരുടെ വിവാഹം. പലരും വിഷൻ ബോർഡിന്റെയും മേശയുടെ അടിയിൽ നിന്ന് മുന്തിരിങ്ങ കഴിക്കുന്നതിന്റെയും മാനിഫെസ്റ്റേഷന്റെയും ദൃഢപ്രതിജ്ഞയുടെയും 2025 നേട്ടങ്ങളുടെ ഫോട്ടോസിന്റെയും മറ്റു റീൽസിന്റെയും ഒക്കെ ഓരോരോ പോസ്റ്റുകൾ കണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും നിങ്ങൾ. എന്നാൽ പിന്നെ നമുക്ക് ഒരു റിയാലിറ്റി ചെക്ക് നടത്തിയാലോ? 2025 വേറെ തന്നെ ഒരു വർഷമായിരുന്നു. വർഷ രമേശിന്റെ വാക്കുകൾ ഇങ്ങനെ: പലരുടെ വിഷൻ ബോർഡിന്റെയും മേശയുടെ അടിയിൽ നിന്ന് മുന്തിരിങ്ങ കഴിക്കുന്നതിന്റെയും മാനിഫെസ്റ്റേഷന്റെയും ദൃഢപ്രതിജ്ഞയുടെയും 2025 നേട്ടങ്ങളുടെ ഫോട്ടോസിന്റെയും മറ്റു റീൽസിന്റെയും ഒക്കെ ഓരോരോ പോസ്റ്റുകൾ കണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും നിങ്ങൾ. എന്നാൽ പിന്നെ നമുക്കൊരു റിയാലിറ്റി ചെക്ക് നടത്തിയാലോ? 2025 വേറെ തന്നെ ഒരു വർഷമായിരുന്നു. ഈ വർഷം ഞാൻ ഒരു BMW സ്വന്തമായി വാങ്ങിയ വർഷമാണ്. അതേ വർഷം തന്നെയാണ് എന്റെ റിലേഷൻഷിപ്പ് പൊട്ടി പാളിസായി നഷ്ടപ്പെട്ട് വീണ്ടും വട്ടപൂജ്യമായത്. മലയാളത്തിലെ തന്നെ ഏറ്റവും ടോപ്പ് ടെലിവിഷൻ ഷോയിൽ വീണ്ടും ആങ്കറായി ഞാൻ ചെയ്തുകൊണ്ടിരുന്ന വർഷമാണിത്. ഈ വർഷം തന്നെയാണ് ഉത്കണ്ഠ, നെഞ്ചിടിപ്പ് കൂടുക, പാനിക് അറ്റാക്ക് തുടങ്ങിയവയ്ക്കുള്ള മരുന്നുകൾ ഞാൻ കഴിച്ചു തുടങ്ങിയത്. ഞാൻ അത്യാവശ്യം നന്നായി സമ്പാദിച്ച വർഷമായിരുന്നു ഇത്. പക്ഷേ ഈ വർഷം തന്നെയാണ് എന്റേതല്ലാത്ത കാരണത്താൽ, എന്റെ തെറ്റുകൊണ്ടല്ലാതെ എന്റെ കയ്യിൽ നിന്ന് ഇഷ്ടം പോലെ പൈസ നഷ്ടപ്പെട്ട്, എന്താ പറയുക, അക്ഷരാർത്ഥത്തിൽ ചതിക്കപ്പെട്ട ഒരു വർഷം. ഞാൻ പൊതുവെ അങ്ങനെ ആരുമായും അധികം താരതമ്യം ചെയ്യാത്ത ഒരാളാണ്. പക്ഷേ ഈ വർഷമാണ് ഞാൻ എന്നെ മറ്റു പലരുമായി താരതമ്യം ചെയ്ത് പെട്ടുപോയത്. എനിക്ക് ആഗ്രഹമുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിയ ഒരു വർഷമാണിത്. ഞാൻ ഒരു 4-5 രാജ്യങ്ങൾ യാത്ര ചെയ്തിട്ടുള്ള ഒരു വർഷമായിരുന്നു ഇത്. പക്ഷെ ഇതൊക്കെ വാങ്ങി ഇത്രയും സ്ഥലത്തൊക്കെ പോയിട്ടും തിരിച്ചു ഞാൻ വന്നപ്പോൾ എന്റെ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. ഒറ്റയ്ക്കായ ഒരു വർഷമായിരുന്നു. എന്തെന്ന് വെച്ചാൽ ഇത്രയ്ക്ക് ഒറ്റയ്ക്കാവാനും ഇത്രയ്ക്ക് ഇൻഡിപെൻഡന്റ് ആവാനും ഇത്രയ്ക്ക് സ്ട്രോങ് ആവാനും ഒന്നും സത്യം പറഞ്ഞാൽ എനിക്ക് ആഗ്രഹമില്ല. പക്ഷേ ഞാൻ ഇതൊക്കെയായി. രാത്രിയാവാൻ വേണ്ടി ഞാൻ കാത്തിരിക്കും. കാരണം എനിക്ക് പെട്ടെന്ന് ഉറങ്ങണം. രാവിലെ ആവുന്നത് എനിക്ക് ഇഷ്ടമല്ല. കാരണം എണീറ്റ് കഴിഞ്ഞാൽ അപ്പോൾ തുടങ്ങും എനിക്ക് നെഗറ്റീവ് ചിന്തകൾ. എനിക്ക് അപ്പോൾ തുടങ്ങും വിഷമങ്ങളും പ്രശ്നങ്ങളും. മാനസികമായി ആകെ സമ്മർദ്ദത്തിലാകും. ഉറങ്ങാൻ വേണ്ടി ഞാൻ കൊതിച്ചിട്ടുള്ള ഒരു വർഷമാണ് 2025. മുന്നോട്ട് ഓടുന്നവർക്കേ മാറ്റമുണ്ടാവുള്ളൂ. ചായാനൊരു തണലുണ്ടാകുമ്പോൾ നമുക്ക് ക്ഷീണമുണ്ടാവും. പക്ഷേ എനിക്ക് തണലില്ല. അതുകൊണ്ട് ക്ഷീണമുണ്ടെങ്കിലും എനിക്ക് മുന്നോട്ട് പോയേ പറ്റൂ. നിങ്ങളുടെ പിന്തുണ വളരെ വലുതാണ്. എന്റെ കണ്ണു തുറപ്പിച്ച വർഷമാണ്. മറ്റുള്ളവരുടെ ഫോട്ടോസും സ്റ്റോറീസും മാത്രം കണ്ട് അവരുടെയൊക്കെ ജീവിതം എമ്മാതിരി ജീവിതമാണ്, എന്റെ ജീവിതമൊക്കെ എന്ത് ഡാർക്കാണെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതെന്നും വർഷ പറയുന്നു.